പാലക്കാട് കഞ്ചിക്കോട് പുതിയ മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ ഒയാസിസ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു കമ്പനിക്ക് കൊടുത്തതായി കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 26 വർഷമായി ഒരു നയത്തിന്റെ ഭാഗമാണ് മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കരുതെന്ന്. ആ നയം മാറ്റം ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഈ കമ്പനിയെ കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞത്. ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞു. ഭയങ്കര സംഭവമാണ് ഈ കമ്പനി, അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് കൊടുത്തതെന്ന് പറയുന്നത്. ആ കമ്പനിയെ കുറിച്ച് ഞെട്ടിക്കുന്ന 2 വിവരങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ കമ്പനി ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. ഡൽഹിയിലെ കുപ്രസിദ്ധമായ മദ്യവിവാദ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഗൗതം മൽഹോത്ര. He was arrested in the money laundering investigation linked to alleged irregularities in Delhi excise policy. Mr. Malhotra linked to the Oasis group. ഈ കമ്പനിയെ കുറിച്ച് എക്സൈസ് മന്ത്രി പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ്. ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഈ കമ്പനിക്ക് വേണം. അപ്പൊ അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെന്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനി ഇവരുടെ ഗ്രൂപ്പിനെതിരായിട്ട് ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട്. പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി. 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭ ജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുക. ഇവരുടെ ഇതുപോലത്തെ കഞ്ചിക്കോട് അനുവദിച്ചിരിക്കുന്ന പോലത്തെ പ്ലാന്റിന്റെ ചുറ്റുപാടുമുള്ള 4 കിലോമീറ്ററിലപ്പുറം ഇവരെ ഭൂഗർഭ ജലത്തെയും ഉപരിതല ജലത്തെയും മലിനമാക്കി. ഇതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞ ഈ കമ്പനിയുടെ 2 മഹത്വം. ഭയങ്കര കമ്പനിയാണെന്നാണ്. അപ്പൊ എന്ത് കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ മതി. എന്താണ് ഇവർക്കിത് ദാനം ചെയ്തത് കൊണ്ട് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് മാത്രമേ ഇനി വെളിപ്പെടുത്താനുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവർക്ക് അനുമതി കൊടുത്തത് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണം.